ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷയം മുണ്ടക്കൈ ചൂരൽമല മമ്മൂക്ക. പുള്ളിയുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മമ്മൂക്ക അവിടെയുള്ള ടൗൺഷിപ്പ് ഒന്ന് കാണാനൊന്ന് പോയി. തൃപ്തിയായി കാണും മമ്മൂക്കായ്ക്ക്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. മമ്മൂക്ക ഒരു ലെഫ്റ്റ് അനുഭാവിയാണെന്നുള്ള കൺസിഡറേഷൻ പോലും കൊടുക്കാതെ ഇവന്മാര് മമ്മൂക്കായെ ഏറി നിർത്തിയേക്കാണ് ഗായ്സ്. സംഭവം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. മമ്മൂക്ക മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് കാണാൻ വേണ്ടി പോവാണ്. അത് മീഡിയാസിന്റെ ഒന്നും അറിയിക്കാതെ പുള്ളി ഒരു സ്വകാര്യ സന്ദർശനമാണ് അവിടെ നടത്തിയിരുന്നത്. മമ്മൂക്ക വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ MA ബേബി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെ ഈ ബാക്കിയുള്ള നമ്മുടെ ചുമലക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം ഈ മീഡിയ എല്ലാം പോയതിന് ശേഷമാണ് മമ്മൂക്ക സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അറിയാലോ, മമ്മൂക്ക ആണ് ആള് കൂടും. ഈ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ചുമലക്കാരവിടെ ഉണ്ട്. ചുമലക്കാരുടെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി K. റഫീഖ് പുള്ളിക്കാരൻ മമ്മൂക്കയുടെ സന്ദർശനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. എനിക്ക് ആ സീൻ കണ്ട സമയത്ത് നമ്മുടെ കിരീടത്തിനകത്ത് മോഹൻലാലിനെ കൊണ്ട് പോകുന്ന കൊച്ചിൻ ഹനീഫയാണ് ഓർമ്മ വരുന്നത്. മാറിക്കട എന്താ ഇവിടെ മാറിക്കട, ആ ഒരു വൈബില് പുള്ളി ഒരാളാവാൻ ശ്രമിച്ചതാണ്. മമ്മൂക്കായല്ലയോ മമ്മൂക്കയുടെ മുമ്പിൽ ഒന്ന് മമ്മൂക്കായ്ക്ക് വേണ്ടി പരിചരിക്കുന്നത് തന്നെ വലിയൊരു പ്രിവിലേജ് ആയിട്ട് മേ ബി പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും. ഞാൻ പുള്ളിയെ കുറ്റം പറയത്തില്ല. പക്ഷെ അത് പുള്ളി വിചാരിക്കാത്ത തലത്തിലോട്ടും അല്ലെങ്കിൽ മമ്മൂക്ക വിചാരിക്കാത്ത തലത്തിലോട്ടും ഈ സാധനം പോയി. ഇവിടെ റഫീഖിന്റെ ഭാഗത്തോ മമ്മൂക്കയുടെ ഭാഗത്തോ കുറ്റം ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. കാരണം മമ്മൂക്കയുടെ ആ സമയത്ത് മമ്മൂക്കായ്ക്ക് നല്ല രീതിയിൽ അവിടെ എല്ലാം നടന്ന് കാണാനുള്ള ഒരു അവസരമാണ് പുള്ളി അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ പ്രശ്നം പറ്റി എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക പുള്ളി എടുത്ത് പറയുന്നുണ്ട്, സ്വകാര്യമായിട്ടൊരു കാര്യം പറയും. ഓഫ് കോഴ്സ് മീഡിയ ചുറ്റും നിൽക്കുകയാണ്, മൈക്കുണ്ട്. ഈ സ്വകാര്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മൈക്കിലൂടെ എല്ലാവരും അങ്ങ് കേട്ട്. അതാണ് പ്രശ്നം. ആ വീഡിയോ ഞാനൊന്ന് വെക്കാം ആദ്യം, അന്നേരം നമുക്ക് കാര്യങ്ങൾ കിടപ്പ് വശം മനസ്സിലാവും ഗൈസ്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആയില്ലെങ്കിൽ ഞാനൊന്ന് പറയാം. മമ്മൂക്ക പുള്ളിയെടുത്ത് പറയാണ്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ചുമലക്കാർക്ക് വേണ്ടിയിട്ട് വന്നതാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കത്തില്ലേ? ഒന്നാമത് മമ്മൂക്ക ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. കൈരള TVയുടെ ചെയർമാൻ, കമ്മ്യൂണിസ്റ്റ് ചാനലിന്റെ ചെയർമാൻ, അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പാർട്ടി അജണ്ടയും ഇല്ലാതെ ഒരു PR സ്റ്റണ്ടും ഇല്ലാതെ തനിക്ക് ഈ ഒരു ടൗൺഷിപ്പ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഇവരെല്ലാം ചുറ്റും കൂടിയപ്പോൾ അതൊരു PR സ്റ്റണ്ടായിട്ട് മാറുന്നത് പോലെ മമ്മൂക്കായ്ക്ക് തോന്നിയിട്ടുണ്ടാവും, ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മമ്മൂക്ക പറയുന്നത്, നിങ്ങൾ എന്തിനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണെന്ന് ആളുകൾ കരുതില്ലേ? അതുകൊണ്ട് കുറച്ച് മാറിയുന്നു, ഇത്രയാണ് പറയുന്നത്. അന്നേരം റഫീഖ് ചിരിച്ചുകൊണ്ട് ഒരു ചമ്മിയ മുഖത്തോടു കൂടി മാറി നിൽക്കുന്നുമുണ്ട്. ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് അങ്ങ് കമ്മിക്കുഞ്ഞുങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ചുമലക്കാർ ഇറങ്ങി, ജില്ലാ സെക്രട്ടറിക്ക് താഴെയുള്ള മഹാനടൻ, ജില്ലാ സെക്രട്ടറിയാണ് ഞങ്ങളുടെ എല്ലാം. ജില്ലാ സെക്രട്ടറിയെ അപമാനിച്ച മമ്മൂക്കയെ അവൻ എന്തൊരു അഹങ്കാരിയാണ്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ മമ്മൂക്ക ഇനി അവരാധിക്കാനൊന്നുമില്ല. അമ്മാതിരി രീതിയിൽ മമ്മൂക്കായെ അവരാധിക്കാൻ വേറൊരു റീസണും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം മമ്മൂക്ക ഈ ചാനലുകാരുടെ മുമ്പിൽ വന്നിരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അതുകൂടെ കേൾക്കുമ്പോഴത്തേക്ക് ചുമലക്കാർക്ക് നല്ല രീതിയിൽ അങ്ങ് പൊട്ടും. അതുകൂടെ ഒന്ന് വെക്കാതെ പ്രത്യേകമായി പാർട്ടിയെയോ സർക്കാരിനെയോ പ്രശംസിക്കാതെ കേരളത്തിലെ ജനങ്ങൾ ദുരന്തബാധിതർക്ക് നൽകിയതാണ് ഈ വീടുകൾ എന്ന് മമ്മൂട്ടി ഇന്നലെ പറഞ്ഞിരുന്നു. ഇടത് സൈബർ കേന്ദ്രങ്ങളെ പ്രകോപിപ്പിച്ചതും മമ്മൂട്ടിയുടെ ആ പ്രതികരണമാവാൻ സാധ്യതയുണ്ട്. എന്തായാലും മമ്മൂട്ടി ഇന്നലെ പക്വതയോടെ ആ സ്ഥലത്ത് നടത്തിയ പ്രതികരണം ഒന്ന് കേൾക്കാം. ഭക്ഷണം മാത്രം കിട്ടുന്നവരുണ്ട്, ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും കിട്ടുന്നവരുണ്ട്, ഇത് മൂന്നും കിട്ടുന്നവരുണ്ട്. പക്ഷേ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ പാർപ്പിടം, ഒരു ജനത, ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ നിരാശ്രയരായ ഇങ്ങനെ ഒരു ലാഭത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കി ഇത് ജനങ്ങളുടേതാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. അത് ഇച്ചിരി കൊണ്ട് കാണും കേട്ടോ, കേരളത്തിലെ ജനങ്ങൾ പിരിച്ച കാശ്. ഇപ്പൊ ഇവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പണിത പോലൊക്കെയാണ് അവിടെ പെരുമാറുന്നതെങ്കിലും നമുക്ക് വന്നിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ കൊണ്ട് ഉറപ്പായിട്ടും കൊള്ളും. ഇത് കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ടർ ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. അതിന് മമ്മൂക്ക ഒരു മറുപടി കൂടെ പറയുമ്പോഴത്തേക്ക് സമാധി. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. ജനങ്ങൾ ഇടത് സർക്കാരിനൊപ്പം തന്നെ നിൽക്കുന്ന ജനങ്ങൾ അല്ല, അത് നമുക്കറിയില്ല. ജനങ്ങൾ ഇടത് സർക്കാരിന്റെ ഒപ്പം നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് അറിയത്തില്ല. അത് അവരുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. വളരെ വ്യക്തമായിട്ട് പുള്ളി വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞടേ, നമ്മൾ കൊടുത്തതാണ്, നമ്മുടേതാണ്. കേരളത്തിന്റെ ഒരു
എങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊടുത്തതാണ്, അല്ലാതെ ഒരു സർക്കാരും കൊടുത്തതല്ല, നമ്മൾ കൊടുത്തതാണ്. കൊള്ളും, ഇങ്ങനെയൊക്കെ പറഞ്ഞ കൊള്ളാതിരിക്കൂ. സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. നമ്മുടെ മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും ഉണ്ടെന്നുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അപ്പം ഇതാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു സ്ഥലത്ത് പോലും ചുമലക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ചുമലക്കാർ കിടിലമാണ് എന്നുള്ള രീതിയിലൊന്നും മമ്മൂക്ക പറയുന്നില്ല. മറ്റേ സംഭവം ഈ സംഭവം എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഇവന്മാർക്ക് ഭ്രാന്ത് പിടിച്ച്. എടേ, നമ്മൾ ഇത്രയും നാള് ക്രെഡിറ്റ് വെച്ച സാധനം താണ്ട മഹാനടൻ വന്നിട്ട് താണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നടേ. നമുക്ക് ഓഫ് കോഴ്സ് വിചാരിച്ചിട്ടുണ്ടാവും ഇത് ഞാൻ വന്ന സമയത്ത് ഇവന്മാർ ഇത് PR ആക്കി മാറ്റും, മോഹൻലാലിനെ വരെ കൊണ്ടുവന്ന് PR സ്റ്റണ്ട് നടത്തി, ഇപ്പൊ എന്നെയും കൂടി ഇതിന്റെ ഭാഗമാക്കാനുള്ള പരിപാടിയാണ് ഇവന്മാര് ചെയ്യാൻ പോകുന്നത് എന്ന് പുള്ളി തോന്നിയിട്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. ഒരു തെറ്റുമില്ല, മനസ്സിൽ തോന്നിയ കാര്യം അതുപോലെ തന്നെ പറയണം. മമ്മൂക്ക പറഞ്ഞതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് വേറെ രീതിയിലായി പോയേനെ. ഇത് മമ്മൂക്ക പറഞ്ഞതിന്റെ പേരിലാണ് ഇത് ഇത്രയും ആയോള് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത് വല്ല സുരേഷ് ഗോപിയോ മോഹൻലാലോ അങ്ങനെ വന്നിരുന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്റെ പൊന്നെ, പ്രത്യേകിച്ച് സുരേഷ് ഗോപി എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്ത് മതം കുത്തിക്കയറ്റിയേനെ, അതിനകത്ത് വേറെ സാധനം കുത്തിക്കയറ്റിയേനെ, എല്ലാ ഐറ്റംസും കുത്തിക്കയറ്റിയേനെ. സുരേഷ് ഗോപി പിന്നെ ബഹിരാകാശവും കഴിഞ്ഞ് ഗാലക്സിയും കഴിഞ്ഞ് വേറെ എവിടെങ്കിലും ഒക്കെ പോയി കിടന്നേനെ. ഇത് മമ്മൂക്ക പറഞ്ഞതിന്റെ പേര് ഇത്രയേ ഉള്ളു എന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. എന്താണെങ്കിലും ചുമലക്കാര് നല്ല രീതിയിൽ കുരുവ് വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ വേളയിൽ റഫീഖ്, ഈ നിലവിൽ നമ്മുടെ ഈ അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്ന റഫീഖ് തന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ പുള്ളിയുടെ മമ്മൂക്ക വന്നതിന്റെ വീഡിയോ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. വയനാടിന്റെ ടൗൺഷിപ്പ് സന്ദർശനം മമ്മൂക്ക ഹാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവം നടന്നതിന് ശേഷമാണല്ലോ വീഡിയോ ഇടുന്നത്. അതിന് മുമ്പ് ഫോട്ടോ ഇട്ടുണ്ട്, കേരളത്തിലെ മഹാനടൻ മമ്മൂക്ക ടൗൺഷിപ്പിൽ. ഇതൊക്കെ കാണുന്നത് പുള്ളിക്ക് വലിയ ഫീലിംഗ് ഉണ്ടായിട്ടെന്ന് തോന്നിയിട്ടില്ല. ഫീലിംഗ് ഉണ്ടെങ്കിൽ പുള്ളി മമ്മൂക്ക പറഞ്ഞത് പുള്ളിക്ക് മനസ്സിലായി, പുള്ളി മാറി നിന്നു. എനിക്കതേ ഫീൽ ചെയ്തിട്ടുള്ളൂ. പുള്ളി ഇപ്പോൾ ഒരു 3 hours മുമ്പ് ഒരു കുറിപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഈ ഒരു വിവാദമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ആ കുറിപ്പൊന്ന് വായിക്കാം. മലയാളത്തിന്റെ മഹാനടൻ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി ഒരുക്കിയ ടൗൺഷിപ്പിൽ എത്തിയ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം അവിടെ എത്തുമ്പോൾ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ഥലത്തുണ്ടായിരുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് തിരക്കും ബഹളവും പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് അലോസരമാകരുതെന്ന നിലയിൽ ജാഗ്രതയോടെ ആ സമയം അവിടെ ഇടപെട്ടത്. ഇത്തരം ഇടപെടലുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്ന കൺസേൺ ആണ് മമ്മൂട്ടി എന്നോട് പങ്കുവെച്ചത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ടൗൺഷിപ്പിൽ വരുന്നവരെ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നത് എപ്പോഴും നമ്മുടെ എല്ലാം രീതിയാണ്. എന്നാൽ അത് മറ്റൊരു രീതിയിൽ വായിക്കപ്പെട്ടേക്കാം എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ശ്രീ മമ്മൂട്ടി എന്നെ നേരിൽ വിളിക്കുകയും ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സംഭവം വൈറലായി, എയറിലായി, വൈറലാക്കി. ഇതെല്ലാത്തിനും ശേഷം മമ്മൂക്കായി പുള്ളിയെ വിളിച്ച് പുള്ളി വ്യക്തമാക്കിയെന്ന് പുള്ളി തന്നെ പറയുന്നു. പുള്ളിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ ശ്രീ മമ്മൂട്ടി എന്നോട് വളരെ വ്യക്തിപരമായി പറഞ്ഞ ഒരു കൺസേൺ വ്യക്തിപരമായി അപമാനിക്കുന്ന നിലയിൽ എനിക്കെതിരായി ചില മാധ്യമങ്ങളും, ചിലത് നിങ്ങളതൊക്കെ തന്നെടേ, വലത് സൈബർ കേന്ദ്രങ്ങളിലും പ്രചരിപ്പിച്ചതാണ് ഈ വിഷയം. ഈ നിലയിൽ കറക്റ്റ് ചുമല ഇറങ്ങി അവിടെ കേട്ടാ, ഒലിച്ചിറങ്ങുന്ന ചുമല. നിങ്ങളുടെ ടീം തന്നെയാണ് ഇത് പ്രചരിപ്പിച്ചത്, നിങ്ങൾ തന്നെയാണ് ഇത് വിവാദത്തിലാക്കിയത്, നിങ്ങൾ തന്നെയാണ് ഇത് കുത്തിപ്പൊക്കിയത്. അതിന് വേറെ ആൾക്കാർക്ക് ഇതിനകത്ത് ക്രെഡിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചൊറിയിളക് മനത്തിട്ട് ചൊറഞ്ഞിട്ട് മണപ്പിക്കുന്ന പരിപാടി അവന്മാർക്കും ഉണ്ടല്ല. അവന്മാരും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 2 കുഞ്ഞുങ്ങളും നല്ല സൂപ്പർ ടീംസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ആരുടെയും ഭാഗം പിടിച്ച് പറയാൻ പറ്റത്തില്ല. ബാക്കിയോട് പറയാം. മലയാളത്തിലെ പ്രിയപ്പെട്ട നടനായി എല്ലാവർക്കും നമ്മളെ മമ്മൂക്ക ഹൃദയത്തോടെ ചേർത്തപ്പെട്ടിരിക്കുന്ന ശ്രീ മമ്മൂട്ടിയുടെ ടൗൺഷിപ്പിൽ എത്തിയത് വളരെ പോസിറ്റീവായി മാത്രം ചർച്ച ചെയ്യപ്പെടട്ടെ. എല്ലാവരും വിവാദങ്ങൾക്ക് ഇവിടെ അവസാനിപ്പിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. മമ്മൂട്ടി മഹാനായ എന്തിനില്ല ഇങ്ങനെ പുള്ളി എഴുതി വെക്കുന്നുണ്ട്. പുള്ളിയെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റായിട്ടുണ്ട് അവര് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഇവന്മാരുടെ PR സ്റ്റണ്ട് ഇതിനകത്ത് നടത്താൻ പറ്റി. മാത്രമല്ല ഇത്രയും നാൾ ഇവര് കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്ന ഒരു ഇതുണ്ടല്ലോ, ദേവസേന, നമ്മ ടൗൺഷിപ്പ്, നമ്മ മകൻ, ആ ഒരു സാധനം മമ്മൂക്ക വന്നപ്പോഴത്തേക്ക് അങ്ങ് പൊളിച്ചു കൊടുത്ത്. ഈ ഒരു വിവാദവും കൂടെ ആയപ്പോഴത്തേക്ക് അന്നേരം കുരു പൊട്ടി. ഈ മീഡിയയുടെ മുന്നിൽ വെച്ചിട്ട് ധാർഷ്ട്യം കാണിച്ച് നാണമില്ലേ എന്ന് ചോദിക്കുന്ന ഈ ചുമലക്കാരുടെ അപ്പനാരാണ്? പിണറായി. ഈ പിണറായി ഭക്തന്മാരായിട്ടുള്ള അന്തംകമ്പികളാണ് മമ്മൂക്കായെ കുറ്റം പറയുന്നത്. 2 കുണ്ടിയിലും മന്തുള്ളവന്മാർ ഒറ്റ കുണ്ടിയും മന്തുള്ളവനെ നോക്കി കളിയാക്കും പാടുണ്ട് ഇവിടെ. അപ്പൊ ഇവന്മാർക്ക് മറ്റേ നമ്മ
ടൗൺഷിപ്പ് അത് നടന്നില്ല. അതിന്റെ ഒരു ചൊറിച്ചിലാണ് ഈ കടന്ന് മെഴുകല്. അത് മമ്മൂക്കയെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പുള്ളി കാണിച്ചത് കറക്റ്റ് കാര്യമാണ്. അല്ലെങ്കിൽ ഇവന്മാര് ഈ ക്രെഡിറ്റ് മൊത്തം മമ്മൂക്കയെ കൊണ്ടുവന്ന ഞങ്ങൾ ഇറക്കിയതാണ്. മമ്മൂക്ക നമ്മൾ പറഞ്ഞിട്ടാടെ വന്നത് ഫുൾ അടിച്ചിറക്കി തന്നെ. പരമശിവൻ അരിവാൾ ചുറ്റിക നക്ഷത്രമായിട്ട് ഇരിക്കുന്നതിന്റെ കൂട്ട് മമ്മൂക്കയുടെ തലയിൽ ഒരു അരിവാൾ ചുറ്റിക നക്ഷത്രമൊക്കെ വെച്ചിട്ട് ഇവന്മാര് അടിച്ചു വിട്ടേനെ. ഉണ്ട് മമ്മൂക്ക നമ്മൾ പണിഞ്ഞ ടൗൺഷിപ്പ് കാണാൻ എത്തി എന്നൊക്കെ പറഞ്ഞ് CPM ഫുൾ സപ്പോർട്ട്, CPM ജയിക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിവിട്ടേനെ. ഒന്നും നടന്നില്ല. അതിന്റെ ഒരു ചൊറിച്ചിലാണ് നമ്മളിപ്പോ കാണുന്നത്. വേറെ ഒന്നുമില്ല, വേറെ കാര്യം. ഇപ്പൊ എല്ലാവരും വന്നിട്ട് ഇത് വിവാദമാക്കണ്ട, ഇത് വലിയ കാര്യമാക്കണ്ട എന്ന് പറയുന്നതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇട്ട് ചകാൻ നിന്ന ഇവന്മാര് തന്നെ നാറും. നല്ല രീതിയിൽ നാറും. അത് അവന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇത് വലിയ വിവാദമാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അണ്ണന്മാര് വന്നിരുന്നിട്ട് പറയുന്നത്. ഓക്കെ, എനിക്കതാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ വന്ന് കമന്റ് ചെയ്യുക. സ്കൂട്ടിലൊന്നും എനിക്ക് പറയുന്നില്ല. നമ്മുടെ മാച്ച് തുടങ്ങാറായി. 6:13, 7 മണിക്ക് പരിപാടി തുടങ്ങും. അയ്യോ, ടെൻഷൻ അടിച്ചിട്ട് വയ്യായേ. കൂടുതൽ ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ കളി കഴിഞ്ഞിട്ട്. ഓക്കെ, ബൈ.